മാലിന്യമുക്ത നവകേരള ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പരമപ്രധാനമായ മനോഭാവമാറ്റത്തിൽ മാധ്യമപ്രവർത്തകരുടെ പങ്ക് പ്രശംസ അറിയിക്കുന്നതാണെന്നും തുടർന്നും മാധ്യമപ്രവർത്തകർ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ആവശ്യപ്പെട്ടു. കോഴിക്കോട് പ്രസ് ക്ലബ്ബ് കോൺഫറൻസ് ഹാളിൽ നടന്ന മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷീജ ശശി. നമ്മുടെ കലാലയങ്ങൾ ഇതേപോലെ 99% എത്തി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കലാലയങ്ങളെ 99% എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ടൗണുകളെയും 85% ടൗണുകളെ നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റുകള്, നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങള്, ഇവിടെയെല്ലാം ഒരു 80-ലധികം അല്ലെങ്കിൽ 85-ലധികം അപ്പൊ നമുക്ക് അവരെ ആ ശതമാനത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചുവെങ്കിൽ വളരെ വലിയ മാറ്റമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ നേരത്തെ ഇവിടെ കോർഡിനേറ്റർ സംസാരിച്ച സമയത്ത് നമുക്കറിയാം, ശാസ്ത്രീയമായിട്ടുള്ള സംസ്കരണം, തീർച്ചയായിട്ടും ശാസ്ത്രീയമായ സംസ്കരണത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് പല പ്രയാസങ്ങളും ഉണ്ടായിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ ശാസ്ത്രീയ സംസ്കരണം നടത്തുന്നതിന് വേണ്ടി നമുക്ക് പല സ്ഥലങ്ങളിലും സ്ഥലം ലഭ്യമാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ സ്ഥലം ലഭ്യമാക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് ഇത് എവിടെയെങ്കിലും വന്ന് സംസ്കരിച്ചല്ലേ നമുക്ക് പറ്റുകയുള്ളൂ. പക്ഷേ ഇത് സ്ഥലം ലഭ്യമായി നമ്മൾ ഏതെങ്കിലും പഞ്ചായത്തിലോ ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനോ എവിടെയാവട്ടെ അവിടേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രയാസകരമായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളത്. ആ പ്രയാസകരമായ അവസ്ഥയെ നമുക്ക് തരണം ചെയ്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മാധ്യമങ്ങളെ ആശ്രയിച്ച് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ വിഷയം കാണുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. പലപ്പോഴും വസ്തുതകളെ മാറ്റി നിർത്തി പല ആളുകളിൽ നിന്നും പല ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പദ്ധതികൾ അവിടെ നടപ്പിലാക്കാൻ നമുക്ക് വളരെ പ്രയാസമാണ്. അവിടെയാണ് നിങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകരുടെ സഹായം ഞങ്ങൾ ആവശ്യപ്പെടുകയും തേടുകയും ചെയ്യുന്നത്. വസ്തുതകൾ എന്തെല്ലാമാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ശുദ്ധമിഷൻ ഇങ്ങനെയൊരു ശില്പശാല സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വസ്തുതകളെ നിങ്ങളിലേക്ക് എത്തിക്കുക, വസ്തുതാപരമായി നമ്മുടെ സമൂഹത്തിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പത്രമാധ്യമ ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. നമുക്കറിയാം, ഏതൊരു വിഷയം ഉണ്ടായാലും നമ്മൾ രാവിലെ പത്രം എടുത്ത് വായിക്കുമ്പോഴും നമ്മുടെ ചാനലുകളെല്ലാം തുറന്നു നോക്കുമ്പോഴും അതിലെന്താണോ പറയുന്നത് അതാണ് ജനങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നത്, അല്ലെ? നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്ന ജനങ്ങളാണ്. അപ്പൊ വസ്തുതയെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയണം. മാലിന്യമുക്തം നവകേരളം വൃത്തി 2025 സാനിറ്റേഷൻ കോൺക്ലേവുമായി ബന്ധപ്പെട്ട ശുചിത്വ മിഷനും കേരള പത്രപ്രവർത്തക യൂണിയനും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ എം ഗൗതമൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ KUWJ ജില്ലാ പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ കോർഡിനേറ്റർ മണലിൽ മോഹനൻ ചടങ്ങിൽ സംസാരിച്ചു. ഇത്തരം സാധനങ്ങൾ നമ്മൾ ഇടാൻ വേണ്ടി നിക്ഷേപിക്കാൻ വേണ്ടി എത്ര MCFകൾ, മിനി MCFകളാണ്. MCF എന്ന് പറയുമ്പോൾ കുറച്ച് വലുതാണ്, പക്ഷെ നമ്മൾ പോകുന്ന വഴിയരികിലൊക്കെ വെക്കുന്ന ഇത്തരം സാധനങ്ങൾക്ക് പറയാം മിനി MCF. അത് എത്ര എണ്ണം വെച്ചിട്ടുണ്ട്? നമ്മുടെ ഈ കുപ്പിവെള്ളമൊക്കെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നിക്ഷേപിക്കാനുള്ള ബോട്ടിൽ ബൂത്തുകൾ അവിടെ എത്ര വെച്ചിട്ടുണ്ട്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ വാർഡിൽ ഉണ്ടാവണം. അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇതൊക്കെ ഉണ്ടാവണം. ജില്ലാതലത്തിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. അപ്പോ അതിന് വേണ്ടിക്കൊണ്ട് അതിന്റെ മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ വാർഡ് തലം, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലം, ജില്ലാതലം, ബ്ലോക്ക് തലം, സംസ്ഥാന തലം, അങ്ങനെ ഈ ഒരു ഘട്ടമായിട്ട് അതിന് പോകണം. അതിന് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തലത്തിലും 2 ദിവസങ്ങളിൽ, അതായത് 22, 23, ഈ മാർച്ച് 22, 23 തീയതികളിൽ പൊതു ശുചീകരണം നടത്തണം എന്നുള്ളതാണ് ഗവൺമെന്റ് ഉത്തരവിലൂടെ നിഷ്കർഷിച്ചിരിക്കുന്നത്. 22-ാം തീയതി വാർഡ് തലത്തിൽ, അതായത് ഉൾപ്രദേശങ്ങളിലൊക്കെയുള്ള ശുചീകരണം നടത്തുക. 23-ാം തീയതി നമ്മളുടെ ഹൈവേകൾ, പാതയോരങ്ങൾ, കടലോരങ്ങൾ, റെയിലോരങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പൊതുസ്ഥലങ്ങളിലുള്ള ശുചീകരണം നടത്തുക. ശുചീകരണം എല്ലാ കാലവും ഇങ്ങനെ ശുചീകരണം നടത്തുക എന്നുള്ളൊരു പരിപാടി ഇനി ഉണ്ടാവില്ല.
അത് ആളുകൾ അത് വലിച്ചെറിയാത്ത അത്തരത്തിലുള്ള ഒരു മനോഭാവം ഉണ്ടാകുന്ന സുസ്ഥിരമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രഖ്യാപനം നടത്തുന്നതിന് അപ്പുറത്തേക്ക് ഇത് നിലനിർത്തേണ്ട ബാധ്യത എന്റേത് കൂടിയാണ് എന്നുള്ള തോന്നൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. അപ്പൊ അതിനോട് ചില നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ചില സമരങ്ങൾ ഞാനത് ഉപയോഗിക്കില്ല. ഞാൻ കുപ്പിവെള്ളം ഞാൻ ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ പേപ്പർ കപ്പ് ഞാൻ ഉപയോഗിക്കില്ല. ഉപയോഗിച്ചാൽ തന്നെ അത് ചില സാഹചര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നാൽ അത് യഥാസ്ഥാനങ്ങളിൽ നിക്ഷേപിക്കും. ആ പേപ്പർ കപ്പാണെങ്കിൽ ചുരുട്ടി ഉണ്ടയാക്കി അങ്ങനെയാണല്ലോ. അത് കഴിച്ചു കഴിഞ്ഞാലും അങ്ങനെ അങ്ങോട്ട് വെക്കുകയല്ലേ ചെയ്യുക. അതിനെന്ത് ചെയ്യും? അതിനൊന്ന് 2 മടക്കളൊക്കെ മടക്കി അതിനൊരു കയ്യിൽ പിടിച്ച് അതിനെ മർദ്ദിച്ച് എന്നാലേ ഒരു സമാധാനം ഉണ്ടാവും. അപ്പൊ എന്നാലേ വലിച്ചെറിയുള്ളൂ. അതേസമയത്ത് നേരെ ചോദ്യം ആ പേപ്പർ കപ്പാണെങ്കിൽ അത് ജീർണിക്കുന്നതിലുണ്ട്. ഇത് ഉണ്ടാക്കിയാലും എളുപ്പത്തിൽ ജീർണിക്കൂ. KSWMP ജില്ലാ കോർഡിനേറ്റർ വിഘ്നേഷ്, ക്ലീൻ കേരള കമ്പനി ജില്ലാ മാനേജർ സുരേഷ് കുമാർ, KUWJ ജില്ലാ സെക്രട്ടറി PK സജിത്ത്, ശുചിത്വ മിഷൻ ഉദ്യോഗസ്ഥരായ CK സജിത്ത്, KP രാധാകൃഷ്ണൻ, ജ്യോതിഷ് O തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ ജില്ലയിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംബന്ധിച്ച് അവതരണമുണ്ടായിരുന്നു. തുടർന്ന് മാധ്യമപ്രവർത്തകർ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. PTalk.